ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള റിസോർട്ടിലാണ്. വയനാട്ടിലെ ആദ്യത്തെ ലക്ഷറി റിസോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, വൈത്തിരി വില്ലേജ് റിസോർട്ട്. അപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് പോയിട്ടുള്ളത് വൈത്തിരി റിസോർട്ടിലാണ്. ഏകദേശം രണ്ടും പേരും സെയിം തന്നെയാണ്, രണ്ടും വൈത്തിരി തന്നെയാണ്. ഈ വൈത്തിരി വില്ലേജ് റിസോർട്ട് വൈത്തിരി ടൗണിൽ തന്നെയാണ്. വൈത്തിരി റിസോർട്ട് ആകുമ്പോഴാണ് കുറച്ച് 3 കിലോമീറ്റർ ഉള്ളിലേക്കൊക്കെ പോകണം. ഇത് കുറച്ച് തന്നെ ഉള്ളൂ, വൈത്തിരി ടൗണിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ അവിടെ പാർക്കിങ്ങിലെത്തി. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈത്തിരി ടൗണിൽ നിന്ന് തന്നെ ലഞ്ച് കഴിച്ച്. കാരണം അടുത്ത് തന്നെയാണ് ടൗൺ, അതിനെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പോയാൽ നമ്മളൊരു 1 ഡേ സ്റ്റേക്കും വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ നമ്മളെ ചെക്കിങ് ടൈം ആയിട്ടുണ്ട്, 2 മണിയാണ്. പക്ഷേ ലഞ്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ 2:30 മണിയായി. ഇനി നമ്മൾ നേരെ ചെക്കിങ് ചെയ്യാൻ വേണ്ടി പോവാ. നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത്, പക്ഷേ ഇത് അധികമൊന്നും ഉള്ളിലേക്കല്ല. നമ്മൾ വിചാരിച്ച് കുറച്ചൊരു ഉള്ളോട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അത്യാവശ്യത്തിന് ചൂടുണ്ട് അല്ലേ? തണുപ്പൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ കം ലോഞ്ച് അല്ലേ. അത്യാവശ്യത്തിന് വലിയ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. പക്ഷേ നമ്മൾ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. മാരുതി ഓംനിയ. അപ്പൊ നമ്മള് നേരെ റൂമിലേക്കാ. റൂം ഒരുപാടുണ്ടോ അവിടുന്ന്? 200 മീറ്റർ. ഇവിടെ കാണാൻ 2 ഭാഗത്ത് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ. സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇവിടുത്തെ റൂം കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ്, കോട്ടേജ് ആണ്, ഇൻഡിവിജ്വൽ കോട്ടേജ്. ഇവിടെ മെയിൻ ബിൽഡിങ്ങിൽ വരുന്നത് സൂട്ട് റൂമും അതുപോലെ തന്നെ ഡീലക്സ് റൂമും കാര്യങ്ങളൊക്കെയാണ്. 410. ഓ, ഇതെന്താ തിന്നുണ്ടല്ലോ. റൂമിൽ കയറുമ്പത്തിന് കടി അടിക്കും. അപ്പൊ കയറി പാടുന്ന കഥ ഒരു സിറ്റിംഗ് ഏരിയ അല്ലേ. ഇവിടെ സിറ്റിംഗ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതാ ബെഡ്, ബെഡിൽ തന്നെ നല്ല വ്യൂ ഇട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്തേക്കുള്ള വ്യൂ ആണ്. അതൊക്കെ പിന്നെ മരം ഉണ്ടായതിനെ കൊണ്ട് അത്ര നമുക്ക് കുറച്ചൊരു വ്യൂ കുറവാണ് അല്ലേ. പിന്നെ അവിടെ വേറൊരു വർക്ക് ഏരിയ ഉണ്ട്, മെയിനായിട്ട് കിച്ചണ്, ചെറിയൊരു കിച്ചണ്. ഇത് അധികമൊന്നും അങ്ങനെ നമ്മൾ റിസോർട്ടിൽ കാണാനില്ല. ചെറിയൊരു കിച്ചൺ ഏരിയ, വർക്ക് ഏരിയ. പിന്നെ ചെറിയൊരു മിനി ബാർ. ഇവിടെ ബാത്റൂം, വലിയ ബാത്റൂമാണല്ലേ. നല്ല സ്പേഷ്യസ് ബാത്റൂമാണ്. ബാത്റൂമിൽ നമുക്കിത് ഇരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുടിയൊക്കെ വരാനുള്ള രീതിയാണ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള രീതിയാണ്. സിറ്റിംഗ് റൂം ആണെങ്കിലും ബെഡ്റൂം, അതുപോലെ തന്നെ വർക്ക് ഏരിയ. ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് വിൻഡോ ഉണ്ട്. പക്ഷെ എന്താ വ്യൂസ് ഇത്ര കുറവാണ് അല്ലേ. ഫുള്ളും മരങ്ങളൊക്കെ അടുത്തടുത്താണ്, വ്യൂസ് കുറവാണ്. പക്ഷെ ഒക്കെ സ്പേഷ്യസ് ആണ്. ഇവിടെ വർക്ക് ഏരിയ ആയിക്കോട്ടെ, ബെഡ്റൂം, ബാത്റൂം, അതുപോലെ നമ്മുടെ സിറ്റിംഗ് റൂം, ഇതൊക്കെ സ്പേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ റൂം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഇനി റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഹൗസ് ബോട്ടൊക്കെ കാണാം. അമ്മാ ബോട്ട്. ആളുകൾ വളരെ കുറവാണ്. എന്താണെങ്കിൽ ഉച്ച ടൈം അതിനെ കൊണ്ടാണോ ഇനി അതല്ല ഇവിടെ
ഇത്ര തന്നെ ആണോ ഉള്ള ആൾക്കാർ എന്നുള്ളതും അറിയില്ല. വളരെ കുറവ്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴൊന്നും അധികം ആരും കണ്ടിട്ടില്ല. ഹൗസ് ബോട്ട് കയറി. അപ്പൊ ഈ ഹൗസ് ബോട്ടിന്റെ ഡ്രൈവർ അമലാണ്. പോവാ. ഓ എവിടെക്കാ? നല്ല കാറ്റുണ്ട്. ജെറ്റ് ബാത്ത് വില്ല, സെലിബ്രിറ്റി പൂൾ വില്ല. അവിടെ സെലിബ്രിറ്റി പൂൾ വില്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പൂൾ. നമ്മളെ ചാട്ടനാ ഇപ്പൊ വേണ്ടല്ലേ, നമുക്ക് നാളെ ഇറങ്ങാം. പൂളിൽ നമുക്ക് നാളെ ഇറങ്ങാം. അപ്പൊ നല്ല വെയിലും നാളാക്കാം. നമുക്ക് ആദ്യം പോയി നോക്കാം ഇവിടൊക്കെ. ഓ ഇവിടെ എന്താ ഷാർ? ആ ഫോട്ടോസ് ആണല്ലോ, ലൈവ് പോർട്രേറ്റ് ഇങ്ങനെ ഫോട്ടോ ചെയ്തു. അത് 500 റുപ്പീസ്. അവിടെ ലൈവ് ഫോട്ടോഗ്രാഫി ഉണ്ട്. ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവർ ഇങ്ങനെ നമ്മളെ വരച്ചു തരും. വൈത്തിരി വില്ലേജ് ഹാങ്ങിങ് ബ്രിഡ്ജ്. പക്ഷേ ഇത് വൈത്തിരി റിസോർട്ടിലില്ലേ? ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് കേട്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇവിടെ നമ്മൾ വൈത്തിരി റിസോർട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ. പക്ഷെ അവിടെ ഒന്നും കൂടി ഒരു കാടിൻ്റെ അകത്തേക്കുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ശരിക്കും. നമ്മൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ ഒരു ഇൻഫിനിറ്റി പൂള് കാണാം. ഇൻഫിനിറ്റി പൂള്, വാട്ടർഫോള്. പൂളെല്ലാം കഴിഞ്ഞതാ ഇൻഫിനിറ്റി പൂളിൻ്റെ അവിടെ എത്തിയത്. ഇപ്പോൾ ഇൻഫിനിറ്റി അവിടെ ആണോ ഇറങ്ങേണ്ടത്? ഇവിടെ ആണോ ഇറങ്ങേണ്ടത്? ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ മതി ഒരു പ്രാവശ്യം. അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഇൻഫിനിറ്റി പൂളും ആർട്ടിഫിഷ്യൽ വാട്ടർഫോളൊക്കെ. അപ്പോൾ നമ്മൾ അതിനൊരു ടൈമിംഗ് ഉണ്ട്, വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ കിഡ്സിൻ്റെ ഔട്ട്ഡോർ പ്ലേ ഏരിയ, അതുപോലെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എമല് കറ്റിയ സൈക്കിളല്ല ഇവിടെ. എമൽക്കുള്ള സൈക്കിളുണ്ട്. ക്രിക്കറ്റ് അതാ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക. അവിടെ ക്രിക്കറ്റ് നെറ്റ് ഉണ്ട്, അതുപോലെ ആർച്ചറി ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യാണ്. നന്നായിട്ട് കളി. കമാൺ. ഓ അവിടെ തട്ടി, പക്ഷെ അവിടെ സ്റ്റിക്കായില്ലേ, നേരെ പോയി. അപ്പോൾ ആർച്ചറിൻ്റെ അവിടെ നിന്നൊക്കെ വിട്ടത്. അപ്പോൾ സൈക്ലിങ് തുടങ്ങി. ഈ സൈക്കിൾ എന്ന് പറയുന്നവരേതാ ഈ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ സൈക്കിൾ ഓട്ടി കളിക്കുക. പക്ഷേ ആർച്ചറി അതുപോലെ ക്രിക്കറ്റ് നെറ്റൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നെറ്റ്സൊന്നും അധികം ഹൈറ്റ് ഇല്ല, പിന്നെ ഉപയോഗം കുറവാണ് തോന്നുന്നു. ആർച്ചറിക്കൊക്കെ അധികം ഒരു ക്വാളിറ്റി കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ് ഉണ്ട്. മെയിൻ ബിൽഡിങ്ങിൽ നമുക്ക് കുറേ റൂംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റൂംസ് അവിടെ സുപ്പീരിയർ റൂം, അതുപോലെ തന്നെ ഡീലക്സ് റൂമും കാര്യങ്ങളും. ഏതോ ടീമിൻ്റെ കൂടെ പ്രോഗ്രാംസ് ഉണ്ട്, എന്തോ സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ കാണാം. അവർ നേരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. നാളെ രാവിലെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാത്തത് കൊണ്ട് നേരെ പൂൾ തന്നെ ഉപയോഗിച്ചു.
ഗായ്സ് നമ്മള് നേരത്തെ ഈവനിങ്ങിൽ ആക്ടിവിറ്റീസും സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് ആക്കി കഴിഞ്ഞ് നേരെ നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന നമ്മുടെ ഡിന്നറിൻ്റെ ടൈമായി കേട്ടോ. അവിടെ മ്യൂസിക് വിത്ത് ഡിന്നറാണ്. റെസ്റ്റോറൻറ്റിലുള്ള ഫുഡ് ഐറ്റംസ് മൊറോക്കൻ ചിക്കൻ കെബാബ് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഗാർലിക് ഫിഷ് ഉണ്ട്, ചിക്കൻ ചെട്ടിനാട് എന്താ അറിയൂല, മലബാർ ഫിഷ് കറി, അതാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇവിടെ വരുന്നത് ചില്ലി കോൺ നിബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണിൻ്റെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സാലഡ് സെക്ഷൻസ് ആണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, പിക്കിൾ, നോർമൽ കേർഡ്, പിന്നെ ബീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള സാലഡ്, സൂപ്പ് ഉണ്ട്, മാഞ്ചോ വെജ് മാഞ്ചോ സൂപ്പ് ഉണ്ട്, സീ ഫുഡ് ചൗഡ സൂപ്പ് ഉണ്ട്, ആൻഡ് പിന്നെയും സാലഡ് തന്നെ. ഇവിടെ കേർഡ് റൈസ് ഉണ്ട്, റൈത്ത ഉണ്ട്, ആൻഡ് നമ്മുടെ പപ്പടം. ഒരു കുഞ്ഞ് ഉന്തുവണ്ടി പോലത്തെ ഒരു സംഭവത്തിൽ നമ്മുടെ അപ്പം ഒക്കെ ഉണ്ട്, വെജിറ്റബിൾ സ്റ്റ്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ അപ്പം സെക്ഷൻ. ഇവിടെ നമ്മുടെ പാസ്ത ആൻഡ് റൊട്ടി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ ഒരു ചെയ്ത് തരും കേട്ടോ, പറഞ്ഞു കൊടുത്താൽ മതി. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് ഡെസേർട്ട് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പല ടൈപ്സ് ഉള്ള കേക്ക് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് പ്രോഫിറ്റ് റോള് ഉണ്ട്, പാലക്ഷം ഉണ്ട്, ആൻഡ് ഒരു പിസ്താഷിയോ ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഉള്ളത് ചോക്ലേറ്റ് മൂസാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്രൂട്ട് സാലഡ് പോലെ ഉണ്ട്. ഞാനിവിടെ ഒരു ആൽഫ്രെഡോ പാസ്ത ഓർഡർ ചെയ്തു. നമുക്ക് വേണ്ടതിൽ ചെയ്തരും കേട്ടോ, ഇതിൽ ചൂസ് ചെയ്യാൻ പറയും. ഞാൻ യെല്ലോ ക്യാപ്സിക്കം, മഷ്റൂം ആൻഡ് ബേബി കോൺ ആണ് ചൂസ് ചെയ്തത്. നമുക്ക് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പാസ്ത ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ഇപ്പം അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഡിന്നർ മ്യൂസിക് ഒക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങനെ റൂമിൽ നല്ല ക്ഷീണമുണ്ട്, പോയി കിടക്കുക അല്ലേ. ഇന്നത്തെ ഫുൾ ആക്ടിവിറ്റി കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നാളെ. അപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ സെക്കൻഡ് ഡേ, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്നലത്തെ മാതിരിയല്ല, ഇന്ന് വേറൊരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് ഉള്ളത്. റെസ്റ്റോറൻറ്റ് പൂളിൻ്റെ ഭാഗത്തോ അവിടെട്ടാണ് റെസ്റ്റോറൻറ്റ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുള്ള മെയിൻ ബിൽഡിങ്ങിൻ്റെ ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ ഡിന്നർ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത് പൂളിൻ്റെ ഭാഗത്താണ്. അപ്പോൾ നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട്. ഫിഷ് സ്പാ ചെയ്യണമെങ്കിൽ എന്തോ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 200 അങ്ങനെ എന്താണ് ഫിഷ് സ്പാ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇതാട്ടോ, ഇതൊരു അത്യാവശ്യം നല്ല വലിയ റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇവരുടെ തീം എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ഈജിപ്റ്റ് തീമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് മൊത്തം ചെയ്തത്. ഓക്കെ, സോ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.
ദോശ ലൈവ് ദോശ ഉണ്ടാവും. പിന്നെ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് ടൊമാറ്റോ ചട്നി ഉണ്ട്, കൊക്കനട്ടിന് ചട്നി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, സാമ്പാറുണ്ട്, പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്, പിന്നെ കോയൻ പൊറാട്ട ഉണ്ട്, പിന്നെ റവ ഉപ്പുമാവുണ്ട്, ആൻഡ് സ്റ്റീംഡ് ബനാന ആൻഡ് കട്ട് ഫ്രൂട്ട്. ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം, അല്ലാണ്ടും കഴിക്കാം. പിന്നെ ബട്ടർ ഉണ്ട്, ജാമുണ്ട്, ആൻഡ് പേസ്ട്രി ട്വിസ്റ്റ് ഉണ്ട്, ക്രോയ്സൻറ്റ് ഉണ്ട്, മഫിനും ഉണ്ട്, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ബോയിലൊക്കെ വെച്ചിട്ടുണ്ട്. ബോയിലൊക്കെ അടുത്തത് പാൻ കേക്ക് ഉണ്ട്, ചിക്കൻ സോസേജ് ഉണ്ട്, എഗ് കറി ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ചോക്കോസ്, കോൺഫ്ലെക്സ് ആൻഡ് ഹോട്ട് മിൽക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ സിം ചെയ്യാൻ പോയി. സിമ്മൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 11 മണിയായി. ഇവിടെ 11 മണിയാണ് ചെക്കൗട്ട്. അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ഫ്രഷായി. അപ്പോൾ 12 മണി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ ലഗേജ് നേരെ ഇനിയിപ്പോൾ റിസപ്ഷനിൽ വെച്ചിട്ട് ഇവിടെ പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് അതുപോലെ ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ട്. ഇൻഡോർ ഗെയിംസ് വരുന്നത് ഇവിടെ അവിടുത്തെ മെയിൻ ടവറിൽ. അപ്പോൾ അത് നമ്മൾ ഈ ഔട്ട്ഡോർ കഴിഞ്ഞിട്ട് മെയിൻ ടവറിൽ പോയിട്ട് പിന്നെ ഇൻഡോറും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളെന്നൊക്കെ ഉള്ള നമ്മൾ ഇവിടെ നോക്കാമെന്ന് വിചാരിച്ചു. ഇഷല് ഇവിടെ റീലെടുത്ത് കളിക്കുകയാണ്. ആരുമില്ല, ഒറ്റക്കാണ്. ഇവിടെ ഫാമിലീസ് ഉള്ളത് വരുന്നത് കുറവാണ് കണ്ടിട്ടുള്ളത്. കൂടുതലും പ്രായമുള്ള ആൾക്കാർ ഗ്രൂപ്പായിട്ട് വരുന്നതും അതുപോലെ ബാച്ചിലേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ടൂറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഒക്കെ പാർട്ടി അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് കാണുന്നത് ഇവിടെ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണിത്. മെയിൻ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ താഴെ കാണാം ഇവിടെ ഡിന്നർ കഴിച്ച ഏരിയ ഒക്കെ കാണാം. അവിടെയൊക്കെ രാത്രി ഡിന്നർ മാത്രം. അവിടെ കണ്ടോ ലൈവ് മ്യൂസിക് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതിൻ്റെ മെയിൻ റെസ്റ്റോറൻറ്റ് അല്ലേ, അത് നമ്മൾ ആ കോട്ടേജിൻ്റെ ഒക്കെ അടുത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു ഏരിയ ഒന്നും. ക്യാരംസ് തന്നെ കണ്ടോ, 4 എണ്ണം ഉണ്ടോ, 1 2 3 4 ക്യാരംസ്, ചെസ്സ്, പിന്നെ സ്നേക്കിംഗ് ലാഡർ, പിന്നെ ലൂഡോ, ചെസ്സ്, പിന്നെ ട്രാംപോലിൻ. അതിന് ട്രാംപോലിൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വീഡിയോ ഗെയിം പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയാണ്. ഇത് ചെറിയ കുട്ടികൾക്കുള്ള ML. പിന്നെ 12D സിനിമാക്സ് ഉണ്ട്. ഇതുകൊണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പം നമ്മളെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമ്മളിത് അവിടെ നിന്ന് വിടാൻ പോവാണ്. നമ്മൾ വണ്ടീൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ ഈ സ്റ്റേയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ റൂം കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോട്ടേജ് ആയിരുന്നു. കോട്ടേജ് കാറ്റഗറി. ഇവിടെ ഡീലക്സ് റൂം, സൂട്ട് റൂം, അതുപോലെ പൂൾ വില്ല, സെലിബ്രിറ്റി പൂൾ വില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തരം റൂംസൊക്കെ ഉണ്ട്. സാധാ റൂംസ് വരുന്ന ഇവിടുത്തെ ബിൽഡിങ്സ് വരുന്നുണ്ട്. മെയിൻ ബിൽഡിങ്ങും പിന്നെ സൈഡിലുള്ള 2-3 ബിൽഡിങ്ങിലൊക്കെ വരുന്നതാണ്. പിന്നെ കോട്ടേജൊക്കെ ആണെങ്കിൽ ഒരു 100 മീറ്റർ ഉള്ളിലേക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ മെയിൻ സിപ്പ് ലൈന്, അതുപോലെ ഫിഷ് സ്പാ, ലൈവ് പോർട്രേറ്റ്, പിന്നെ 3D മൂവീസ്, ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. 200 രൂപ 300 രൂപയൊക്കെ ആയിട്ട്.
12D ആണ് ചെയ്തത്. പക്ഷെ അതന്നെ നമ്മൾ പുറത്ത് കണ്ട അല്ലേ, മുമ്പ് കണ്ട വീഡിയോ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല വീഡിയോ ക്ലാരിറ്റി വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതിനെ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മളെ ഈ ഒരു ഇവരെ റിസോർട്ടിൽ സാധാരണ വരുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റാണ് കോംപ്ലിമെൻ്ററി. നമ്മളെ ഡിന്നർ നമ്മൾ ഈ പാക്കേജിൽ നമ്മൾ ആഡ് ചെയ്തതാണ്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ പാക്കേജ് എടുക്കുന്ന സമയത്ത് തന്നെ ഡിന്നറും കൂടി ഇൻവോൾവ് ആക്കാൻ പറഞ്ഞതാണ്, ഇൻക്ലൂഡ് ആക്കി. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇത് വൈത്തിരി ടൗണിൽ തന്നെയുള്ള ഒരു റിസോർട്ടാണ്. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ പുറത്ത് പോയാൽ മതി. 100-400 മീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരുപാട് ഉള്ളോട്ടൊക്കെ ഒന്നുള്ള ഒരു റിസോർട്ടല്ല അത്, അല്ലേ. നമ്മൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന റിസോർട്ട്, അതുകൊണ്ടാണ് ഒന്ന് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ വൈത്തിരി വില്ലേജ് റിസോർട്ടിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.